ഷാങ്ഹായ് ഓൾഡ് ടൗൺ. അതിലേക്കാണ് നമ്മളിപ്പം കടക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല വൃത്തിയിലുള്ള ട്രഡീഷണൽ ഫുഡുകളാണ്. അപ്പം നമ്മൾ കാഴ്ചയിലേക്ക് പോവാണ്. ഈ സ്ട്രീറ്റിലെ പ്രത്യേകത ചൈനീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ കേട്ടോ, ഫ്രഷ് ആയിട്ട്. 1502 മുതലുള്ള കഥകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകതകൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് കാണുന്നതൊക്കെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതാണ് കേട്ടോ കാണുന്നത്. ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ച ഓരോരോ ആന, പാണ്ട. ഷാങ്ഹായ് ഓൾഡ് ടൗൺ, അതിലേക്കാണ് നമ്മളിപ്പം കടക്കുന്നത്. ഇത് ഷാങ്ഹായ് നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തിന് വർക്ക് സ്ട്രീറ്റിൻ്റെ അവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഓൾഡ് കൾച്ചറിൽ ഓൾഡ് ഡിസൈനിലുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ് കേട്ടോ, ഒരു മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് കയറി വരുമ്പം തന്നെ കാണാൻ കഴിയുന്നത് 1848 ഉണ്ടായിരുന്ന ലായോ ഫെങ് ഷ്യാൻ ജ്വല്ലറി. അതാണ് ആദ്യം തന്നെ കാണുന്നത് കേട്ടോ. ഇത് ഫുള്ള് പഴയ സ്ട്രക്ചറിലുള്ള ചൈനൻ്റെ ഒരു സ്ട്രീറ്റാണ്. ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പഴയ ചരിത്രങ്ങളും പഴയ ആൾക്കാരുടെ പഴയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത, ഇപ്പോൾ ജ്വല്ലറീൻ്റെത് പറഞ്ഞ പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കാഴ്ചകളുമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കാണുന്നത് ചൈനയുടെ പഴയ ആർക്കിടെക്ചർ സിസ്റ്റങ്ങളാണ് കേട്ടോ. ഓരോ ബിൽഡിങ്ങുകളും അതിൻ്റേതായ രീതിയിൽ പഴയ ആർക്കിടെക്ചറിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളും അതിനോട് ചേർന്നിട്ടുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റുമാണ് സെറ്റ് ചെയ്തത്. ഇതുവരെ നമ്മൾ പോയത് ഒരു പുതിയ വാക്കിംഗ് സ്ട്രീറ്റ് ആണെങ്കിൽ ഇത് പഴയ ചൈനയുടെ കൾച്ചറുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ കാഴ്ചയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഓരോ ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളും. നിങ്ങൾ ഇന്ന് വരെ കണ്ട പഴയ ചൈനയുടെ ചരിത്രത്തിലെ ആർക്കിടെക്ചർ സിസ്റ്റങ്ങളാണ് മൊത്തം. ഇവരെ ലിബീൻ്റെ സ്റ്റൈല്, ഇവരെ എന്താ പറയുക, ബിൽഡിങ് സ്ട്രക്ചറിൻ്റെ രീതികൾ, ഡിസൈന്, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ കേട്ടോ. ഇവിടുത്തെ പ്രത്യേകതകൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് കാണുന്നതൊക്കെ കേട്ടോ. നമ്മൾ വീട് പോലെ തോന്നും, പക്ഷെ അതൊക്കെ ഓരോരോ സ്ഥാപനങ്ങളാണ്. ജ്വല്ലറി, ഡ്രസ്സിൻ്റെത്, ചോക്ലേറ്റിൻ്റെത്, പഴയ ചൈനീസ്, അങ്ങനെയുള്ളതാണ് ഈ ഭാഗങ്ങളിലുള്ളത്. ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല വൃത്തിയിലുള്ള ട്രഡീഷണൽ ഫുഡുകളാണ്. ഓരോരോ ടൈപ്പ് ഫുഡുകൾ, ഇവരെ ബ്രാൻഡ് ഫുഡുകളാണ് ഈ കാണുന്ന സ്ട്രീറ്റ് ഭാഗത്ത് കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചോക്ലേറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം കാണുന്നുണ്ട്. നമ്മളൊന്ന് അവിടെ കയറി നോക്കട്ടോ, എന്താണ് ചോക്ലേറ്റിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതാണ് കേട്ടോ കാണുന്നത്. ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ച ഓരോരോ ആന, പാണ്ട, കുതിര, മുയൽ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ജിറാഫ് വരെ ഉണ്ട്. ഒക്കെ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ്. സിംഹം, പുലി, മാന്. ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ മ്യൂസിയമാണ് കേട്ടോ. എങ്ങനെ അടിപൊളിയല്ലേ? ഇത് ശരിക്കും ചോക്ലേറ്റ് കേട്ടോ, നമുക്ക് തൊടാൻ പാടില്ല. അതാ ഒന്ന് തൊടാൻ പാടില്ല എന്നുള്ള ബോർഡ് ഉണ്ട് ഇവിടെ. ഇത് ഫുള്ള് ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ മ്യൂസിയം തന്നെ കേട്ടോ. ശരിക്കുള്ള ചോക്ലേറ്റിൻ്റെ മ്യൂസിയം തന്നെ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററികളാണ് കേട്ടോ വരും. ഓരോരോ സ്ഥലത്തെ സ്പെയിന്, ചൈന, 1828, 1845, അങ്ങനെ അതിൻ്റെ ഹിസ്റ്ററികൾ മൊത്തം നോട്ട് ചെയ്തിട്ടുള്ള ഒരു ശരിക്കുള്ള എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് കേട്ടോ. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററികളാണ് ഇവിടെ കാണുന്നത് നമ്മൾ.
അറിബ, അക്വഡോർ, മെക്സിക്കോ, പെറു ഇങ്ങനത്തെ ഓരോ രാജ്യങ്ങളിൽ നിന്നും വന്ന സാധനങ്ങളും കാര്യങ്ങളുമാണ് ഈ ഹിസ്റ്ററിയിൽ പറയുന്നത്. 1502 മുതലുള്ള കഥകളാണ് നമ്മൾ ഈ കാണുന്നത്. ചൈനീസിൽ എഴുതിയുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. റോഡോൾഫി ലിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ചെറിയ കാര്യങ്ങളെ മനസ്സിലാവുന്നുള്ളൂ കേട്ടോ. ചോക്ലേറ്റിൻ്റെ നിർമ്മാണ രീതിയാണ് കേട്ടോ ഇത് പറയുന്നത്. കോക്കോ കണ്ടില്ല നിങ്ങൾ, കോക്കോ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, റിയൽ കോക്കോ തന്നെ. ഇതിൻ്റെ ഇലകളും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇവിടെ വേറെ തന്നെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഉണ്ടാക്കിയിരുന്ന ചോക്ലേറ്റിൻ്റെ ഡീറ്റെയിൽസുകൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഇവർ മ്യൂസിയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള എല്ലാ ഡീറ്റെയിലും ഇവർ ഡിസ്പ്ലേ ആക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഹിസ്റ്ററികളൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകൾ മൊത്തം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടോ. ഏതൊക്കെ ടൈപ്പ് ചോക്ലേറ്റ്സുകളാണ് ഇവർ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൻ്റെ പാട്ട് കേട്ടില്ല നിങ്ങൾ? ഇതൊക്കെ ചോക്ലേറ്റിൻ്റെ ഓരോരോ പ്രത്യേകതയുള്ള ചോക്ലേറ്റുകൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാനും പറ്റും കേട്ടോ. ആൾക്കാർ വാങ്ങിക്കുന്നത് കാണുന്നുണ്ട് പല ചോക്ലേറ്റ്സുകളും. ഒരു ഡിഫറെൻറ്റ് സാധനം കേട്ടോ. നമ്മൾ ബെൽജിയത്തിൽ പോയ സമയത്ത് അവിടെ ചോക്ലേറ്റിൻ്റെ പല പ്രൊഡക്ഷൻസും നോക്കിയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൈനീസിൻ്റെത് ഒരു ഡിഫറെൻറ്റ് രീതിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ പാക്കിംഗ് സ്റ്റൈലും ഇവരെ പ്രൊഡക്ഷൻ സ്റ്റൈലും ഡിസ്പ്ലേയും ഒക്കെ തന്നെ വേറെ തന്നെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. ചോക്ലേറ്റിൻ്റെ പ്ലേറ്റിൽ കണ്ടില്ല നിങ്ങൾ, ഫുള്ള് ചോക്ലേറ്റുകളാണ്. പല വെറൈറ്റി ചോക്ലേറ്റുകൾ. ചോക്ലേറ്റിൻ്റെ ഒരു ലോകം തന്നെ അല്ലേ. എങ്ങനെ നോക്കിയാലും അത് എമ്മാതിരി സെറ്റിങ്സാണ് ചെയ്തു വെച്ചതെന്നാണ് ഇവർ. ഇനി അതിൻ്റെ ഐസ്ക്രീം സെക്ഷനും ഉണ്ട് ഇവിടെ. ഈ സ്ട്രീറ്റിലെ പ്രത്യേകത ചൈനീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ കേട്ടോ. ഫ്രഷായിട്ട് റെഡിയാക്കി തരുന്നതാണ്. എല്ലാ സ്ഥലവും പോലെ തന്നെ, പക്ഷെ ഒന്നുകൂടി ഒരു ട്രഡീഷണൽ ഫീലിംഗ് ചെയ്യുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഒന്നുകൂടിയും അടിപൊളിയായിട്ട് സൂപ്പ് ഉണ്ടാക്കുന്ന റൈസ് സൂപ്പാണ്. ഇതൊരു വലിയ കമ്പനി ആയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഒക്കെ ഒരുപാട് വിഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എടുത്തിട്ട് പോകാം നമുക്ക് വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയിൽ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് റൊട്ടി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇനി വേറെ 1-2 ഐറ്റംസ് കൂടി വാങ്ങിച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അത്ര ഫ്രഷാണ് കേട്ടോ. റെഡി ആയില്ല ഇസാ? റെഡി ആയില്ല. ഇത് ബീഫ് ചിക്കന് നമുക്ക് വേവിക്കുകയാണ് കേട്ടോ. ഇസ അതിന് വേണ്ടി കാത്തിക്കാണ്. അങ്ങനെയുണ്ട്. സെലക്ഷൻ അടിപൊളി സാധനം. ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ. ഇവിടെ ചെയ്യുന്നതും ഇവിടുത്തെ ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. സത്യത്തിൽ ആ ഒരു ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് കഴിക്കുമ്പോൾ കാണുമ്പോൾ ഒക്കെ തോന്നുന്നുണ്ട്.